നമസ്കാരം. നാളെ ജൂൺ മാസം 10-ാം തീയതിയാണ്, ബുധനാഴ്ച ദിവസം. നാളത്തെ ദിവസം 27 നക്ഷത്രക്കാരിൽ വെച്ച് ഏറ്റവും വലിയ ഭാഗ്യം തേടിയെത്തുന്ന 9 നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ കൃത്യമായി വിശകലനം ചെയ്യാൻ പോകുന്നത്. ജ്യോതിഷ ഗ്രന്ഥങ്ങളിലെ കൃത്യമായ കണക്കുകൂട്ടലുകൾ പ്രകാരം നാളത്തെ ദിവസം 9 നക്ഷത്രക്കാർക്ക് വച്ചടി കയറ്റത്തിൻ്റെ ഉയർച്ചയുടെയും ദിവസമായിരിക്കും. അപ്രതീക്ഷിത ധനലാഭവും മുടങ്ങിക്കിടന്ന കാര്യങ്ങളുടെ പൂർത്തീകരണവും ഈ 9 നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം സംഭവിക്കുന്നതാണ്. നാളെ ബുധൻ്റെ സ്വന്തം ദിവസമായ ബുധനാഴ്ചയാണ്. കൂടാതെ മീനം രാശിയിൽ ശനിയും ചന്ദ്രനും ഒന്നിച്ച് സഞ്ചരിക്കുന്ന പ്രത്യേക ഗ്രഹനില കൂടി നാളത്തെ ദിവസം ഉണ്ട്. ജ്യോതിഷത്തിൽ ഇതിനെ നമുക്ക് ശനി ചന്ദ്രയുതി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഗ്രഹമാറ്റം കാരണം 9 നക്ഷത്രക്കാർക്ക് നാളെ കോടി പുണ്യത്തിൻ്റെ ദിവസമായിരിക്കും. അതോടൊപ്പം തന്നെ നാളത്തെ ദിവസം വീട്ടിൽ ചെയ്യാൻ പാടില്ലാത്ത ചില പ്രധാന കാര്യങ്ങളും ദോഷം മാറാൻ ദർശനം നടത്തേണ്ട ക്ഷേത്രങ്ങളും ഇന്നത്തെ അധ്യായത്തിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായി കാണാനായിട്ടൊന്ന് ശ്രമിക്കുക. ഇതിലാദ്യത്തെ നക്ഷത്രത്തിലേക്ക് നമുക്ക് കടക്കാം. നാളെ ഏറ്റവും വലിയ സാമ്പത്തിക നേട്ടം കാത്തിരിക്കുന്ന 1-ാമത്തെ നക്ഷത്രം ഏതെന്ന് ചോദിച്ചാൽ അത് രോഹിണിയാണ്. ഇടവക്കൂറിൽ വരുന്ന രോഹിണി നക്ഷത്രക്കാർക്ക് നാളെ ലാഭസ്ഥാനം വളരെ ശക്തമായതിനാൽ തന്നെ വളരെ കാലമായി തിരികെ ലഭിക്കില്ല എന്ന് നിങ്ങൾ കരുതിയിരുന്നതായ പണം വരെ നിങ്ങളുടെ കയ്യിൽ വന്നു ചേരാനുള്ള യോഗം കാണുന്നുണ്ട്. അതേപോലെ അപ്രതീക്ഷിത ധനലാഭം, അതായത് ലോട്ടറിയൊക്കെ എടുത്താൽ അതിൽ ചെറിയൊരു തുകയൊക്കെ സമ്മാനമായി ലഭിക്കാനും അപ്രതീക്ഷിത ഭാഗ്യ പരീക്ഷണാദി ലബ്ധി, അതായത് പരീക്ഷണങ്ങളിൽ നിന്നുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഭാഗ്യവും നാളത്തെ ദിവസം കാണുന്നുണ്ട്. പുതിയ ബിസിനസ് കരാറുകളിൽ ഒപ്പുവെക്കാനുമൊക്കെ നാളെ ഏറ്റവും അനുകൂലമായ ദിവസമാണ്. അടുത്തതായി വലിയൊരു ഭാഗ്യം കാത്തിരിക്കുന്ന 2-ാമത്തെ നക്ഷത്രമായി വരുന്നത് തിരുവാതിരയാണ്. മിഥുനക്കൂറുകാരായ തിരുവാതിര നക്ഷത്രക്കാർക്ക് നാളെ തൊഴിൽ രംഗത്ത് വലിയ അംഗീകാരങ്ങളൊക്കെ ലഭിക്കും. ഉദ്യോഗ കയറ്റത്തിനോ അതല്ലെങ്കിൽ ശമ്പള വർധനവിനോ ഉള്ള അനുകൂല സാഹചര്യങ്ങളും നാളത്തെ ഗ്രഹനില നിങ്ങൾക്കായി ഒരുക്കുന്നുണ്ട്. വിദേശത്ത് ജോലിക്കായി ശ്രമിക്കുന്ന ആളുകളാണെങ്കിലും നാളത്തെ ദിവസം അതുമായി ബന്ധപ്പെട്ട ശുഭവാർത്തകൾ നിങ്ങളെ തേടിയെത്തുന്നതാണ്. ഇനി 3-ാമത്തെ നക്ഷത്രമായി പറയുന്നത് പൂയം നക്ഷത്രമാണ്. കർക്കിടകക്കൂറിൽ വരുന്ന പൂയം നക്ഷത്രക്കാർക്കും നാളെ വിചാരിച്ച കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിച്ചെടുക്കാൻ കഴിയുന്നതായ ദിവസമായിരിക്കും. പുതിയ പ്രണയബന്ധങ്ങളൊക്കെ ആരംഭിക്കാനും അതേപോലെ കുടുംബത്തിൽ സമാധാന അന്തരീക്ഷത്തെ തിരികെ കൊണ്ടുവരാനും നിങ്ങൾക്ക് നാളത്തെ ദിവസം സാധിക്കും. പുതിയ വസ്ത്രങ്ങളോ അല്ലെങ്കിൽ ആഭരണങ്ങളോ ഒക്കെ വാങ്ങാൻ യോഗമുള്ളതായ ഒരു ദിവസം കൂടിയായിരിക്കും നാളത്തേത്. അടുത്തത് അത്തം നക്ഷത്രമാണ്. കന്നിക്കൂറുകാരായ അത്തം നക്ഷത്രക്കാർക്ക് നാളെ പങ്കാളിയിൽ നിന്ന് വലിയ ഒരു പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അവിവാഹിതരുടെ വിവാഹ കാര്യങ്ങളിലൊക്കെ പെട്ടെന്ന് തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയും നാളത്തെ ദിവസം കാണുന്നുണ്ട്. കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നാളെ അപ്രതീക്ഷിതമായി വലിയൊരു ലാഭം കൊയ്യാൻ സാധിക്കുന്ന, മറ്റുള്ള ദിവസങ്ങളെ അപേക്ഷിച്ച് നോക്കൂ, വലിയൊരു ലാഭം കൊയ്യാനായി സാധിക്കുന്ന ദിവസമായിരിക്കും. 5-ാമത്തെ നക്ഷത്രം തുലാക്കൂറിൽ വരുന്ന ചോതിയാണ്. ചോതി നക്ഷത്രക്കാർക്ക് നാളെ ശത്രുക്കളുടെ മേൽ വിജയം കൊയ്യാനായി അല്ലെങ്കിൽ ശത്രുക്കളുടെ മേൽ വിജയം നേടാനായി നിങ്ങൾക്ക് സാധിക്കും. കോടതി വ്യവഹാരങ്ങളിലോ ഭൂമി ഇടപാടുകളിലോ അനുകൂലമായ വിധി സമ്പാദിക്കാനായി നാളത്തെ ദിവസം നിങ്ങൾക്ക് സാധ്യതയുണ്ടാകുന്നുണ്ട്. പഴയ നിങ്ങളെ ഒരുപാട് വലച്ചുകൊണ്ടിരുന്ന കടബാധ്യതകൾ തീർക്കാനായി പുതിയ വരുമാന മാർഗങ്ങൾ നിങ്ങളുടെ മുന്നിൽ തുറന്നു വരുന്നതാണ്. പുതിയ വരുമാന മാർഗങ്ങളിലൂടെ കടങ്ങളെ പതിയെ ഇല്ലാതെയാക്കാൻ അല്ലെങ്കിൽ കടങ്ങൾ പതിയെ കൊടുത്തു തീർക്കാനായി സാധിക്കും. നാളത്തെ ദിവസം അതിനൊരു തുടക്കമായി മാറുന്നതാണ്. അടുത്ത നക്ഷത്രം അനിഴമാണ്. വൃശ്ചികക്കൂറുകാരായ അനിഴ നക്ഷത്രക്കാർക്ക് നാളെ ബുദ്ധിപരമായ തീരുമാനങ്ങളിലൂടെ വലിയ വിജയങ്ങൾ സ്വന്തമാക്കാൻ കഴിയുന്ന ഒരു ദിവസമാണ്. അപ്പോൾ നാളത്തെ ദിവസം എടുക്കുന്നതായ തീരുമാനങ്ങളൊക്കെ അനുകൂലമായിരിക്കും. മക്കളുടെ കാര്യത്തിൽ വലിയ സന്തോഷം നൽകുന്ന വാർത്തകളൊക്കെ കേൾക്കാൻ സാധിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. ഓഹരി വിപണിയിലും സ്വർണത്തിലുമൊക്കെ പണം നിക്ഷേപിക്കാൻ പറ്റിയ മികച്ച ഒരു ദിവസം കൂടിയാണ്. പുതിയൊരു ചിട്ടിയായാലും തുടങ്ങുന്നെങ്കിൽ നാളത്തെ ദിവസം പുതിയ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് വളരെയധികം അനുകൂലമാണ്. അപ്പോൾ ധനവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഭാവിയിൽ നമുക്ക് നേട്ടമായി മാറുന്ന പല കാര്യങ്ങൾക്കും നാളത്തെ ദിവസം നിങ്ങൾക്ക് തുടക്കം കുറിക്കാവുന്നതാണ്. ധനുക്കൂറിൽ വരുന്ന പൂരാടം നക്ഷത്രക്കാർക്കും നാളെ വാഹന ലാഭത്തിനുള്ള യോഗമൊക്കെയും കാണുന്നുണ്ട്. പുതിയ വണ്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നാളെ നല്ലൊരു തുടക്കം കുറിക്കാൻ കഴിയുന്നതായ ദിവസമായിരിക്കും.
മാതാപിതാക്കളുടെ ആരോഗ്യകാര്യങ്ങൾ ഉണ്ടായിരുന്ന ആശങ്കകളൊക്കെ നാളെയോടുകൂടി മാറുന്നതാണ്. അതായത് നാളത്തെ ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രധാന റിസൾട്ടുകൾ കാത്തിരിക്കുകയും ചെയ്യും. അതായത് നിങ്ങളുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ടെസ്റ്റുകളൊക്കെ ചെയ്യാനിരിക്കുന്നുണ്ടോ, അപ്പോൾ അതൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള അനുകൂല റിസൾട്ടുകളൊക്കെ വരാനും നിങ്ങളുടെ മനസ്സിൻ്റെ ആ വേവലാതികളൊക്കെ മാറാനുള്ള സാധ്യതയാണ് നാളത്തെ ദിവസം നിങ്ങൾക്ക് ഭാഗ്യമായി കാണുന്നത്. അടുത്തത് തിരുവോണം നക്ഷത്രമാണ്. മകരക്കൂറുകാരായ തിരുവോണ നക്ഷത്രക്കാർക്ക് നാളെ ആത്മവിശ്വാസം ഇരട്ടിക്കുന്നതായ ഒരു ദിവസമായിരിക്കും. ആത്മവിശ്വാസം ഉണ്ടായാൽ തന്നെ പാതി വിജയം എന്ന് തന്നെയാണ്. അതായത് നമ്മൾ ആത്മവിശ്വാസം ഇല്ലാതെ ഏത് കാര്യം ചെയ്താലും അതിനൊരു വിജയം ഉണ്ടാവുകയില്ല. ഇവിടെ ആത്മവിശ്വാസം നിങ്ങൾക്ക് തുണയായി കൂടെയുള്ളതിനാൽ വിജയവും നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. സമൂഹത്തിൽ വലിയ സൽകീർത്തി, പൊതുജനങ്ങളുടെ മധ്യത്തിൽ അംഗീകാരം, ഇതൊക്കെ ഉണ്ടാകുന്നതായ ദിവസം കൂടിയാണ്. സഹോദരങ്ങളിൽ നിന്നുള്ളൊരു വലിയ സാമ്പത്തിക സഹായം പ്രതീക്ഷിക്കാൻ കഴിയുന്നതായ ഒരു ദിവസവും കൂടിയാണ് നാളെ. അടുത്തത് മീനക്കൂറുകാരായ രേവതി നക്ഷത്രക്കാർക്ക് നാളെ ജന്മനക്ഷത്ര സ്വാധീനമുള്ള ദിവസമാണ്, രേവതിയാണ്. അപ്പോൾ ശനിയും ചന്ദ്രനും ഒന്നിച്ച് നിൽക്കുന്നതിനാൽ തന്നെ ചെറിയ ചിന്താകുഴപ്പങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. വേണോ വേണ്ടായോ, ചെയ്യണോ ചെയ്യണ്ടായോ എന്നൊരു തോന്നലൊക്കെ വരാൻ സാധ്യതയുണ്ട്. അത് വലിയ പ്രശ്നമായിട്ട് എടുക്കേണ്ട. ശരിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ചെയ്ത് മുന്നോട്ട് പോകാം. കഠിനാധ്വാനത്തിലൂടെ വലിയ നേട്ടങ്ങളൊക്കെ കൊയ്യാൻ നാളത്തെ ദിവസം സാധിക്കും. കലാകായിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്കും പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതായ ഒരു ദിനം കൂടിയായിരിക്കും നാളത്തേത്. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് കടക്കാം. നാളെ മീനം രാശിയിൽ ശനിയും ചന്ദ്രനും ഒന്നിച്ച് നിൽക്കുന്നത് കൊണ്ട് നിങ്ങളുടെ വീടുകളിൽ ചില കാര്യങ്ങൾ ചെയ്യുന്നത് നാളത്തെ ദിവസം അല്പം ദോഷം വരുത്തി വയ്ക്കും എന്നതറിയേണ്ടതുണ്ട്. ഗ്രന്ഥങ്ങൾ പ്രകാരം നാളെ നിങ്ങളുടെ ഗൃഹത്തിൽ ചെയ്യാൻ പാടില്ലാത്തതായി പറഞ്ഞ 9 നക്ഷത്രക്കാരായ ആളുകൾ ചെയ്യാൻ പാടില്ലാത്തതായ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നാളെ മനസ്സിൻ്റെ കാരകനായ ചന്ദ്രൻ ശനിയോടൊപ്പം നിൽക്കുന്നതിനാൽ തന്നെ ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വീട്ടിൽ നാളെ ദേഷ്യപ്പെടുകയോ ശാപവാക്കുകൾ നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടാതിരിക്കാനൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതായത് വഴക്കിടാനൊന്നും പോകാതിരിക്കുക. എടുത്ത് ചാടി വഴക്കുണ്ടാക്കണം എന്നൊരു തോന്നലൊക്കെ ചിലപ്പോൾ വന്നേക്കാം. ഇത് നെഗറ്റീവ് ഊർജ്ജം വർദ്ധിപ്പിക്കും എന്ന് നിങ്ങൾ ഇപ്പോൾ തന്നെ മനസ്സിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നാളത്തെ ദിവസം ആരുമായിട്ടും ദേഷ്യത്തിലൊന്നും സംസാരിക്കാതെ മനസ്സിനെ ശാന്തമാക്കി കൊണ്ടുപോകാൻ നിങ്ങൾ തന്നെ ഒന്ന് ശ്രമിക്കേണ്ടതാണ്. ഇനി നാളെ ആർക്കെങ്കിലും പണം കടം കൊടുക്കുന്നതോ വലിയ തുകകളൊക്കെ ജാമ്യം നിൽക്കുന്നതോ വീടുകളിൽ വെച്ച് ചെയ്യാൻ പാടുള്ളതല്ല. പണം തിരികെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. നാളത്തെ ദിവസം വീടുകളിൽ വെച്ച് ചെയ്യാൻ പാടില്ല എന്നത് കൂടാതെ പുറത്തായാലും കടം കൊടുക്കാനോ ജാമ്യം നിൽക്കാനോ നാളത്തെ ദിവസം ഈ 9 നക്ഷത്രക്കാരും പോകാതിരിക്കുന്നതായിരിക്കും ഉത്തമം. അതല്ല കൊടുത്തേ മതിയാവുക. ഏറ്റവും അടുത്ത സുഹൃത്താണ് അല്ലെങ്കിൽ ബന്ധുവാണെന്നുണ്ടെങ്കിൽ ഗൃഹത്തിൽ വെച്ച് കൊടുക്കാതെ ഗൃഹത്തിന് പുറത്ത് ആയിട്ട് സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നത് വലിയ ദോഷമില്ലെങ്കിലും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി വീടും പരിസരവും നാളെ വൃത്തികേടായി ഇടാതിരിക്കാനായിട്ട് ഈ 9 നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉച്ച സമയത്ത് വീട് അടിച്ചു വാരാൻ പാടുള്ളതല്ല. അതേപോലെ ഉമ്രപ്പടിയിൽ ഇരുന്നു കൊണ്ട് ജീവിതത്തിലെ വിഷമങ്ങളെയൊക്കെ ഓർത്ത് കരയുന്നതൊക്കെ നാളത്തെ ദിവസം ഒന്ന് ഒഴിവാക്കേണ്ടതാണ്. കാരണം നാളത്തെ ദിവസം പൂർണ്ണമായി ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കിയാലേ ഈ പറഞ്ഞ ഫലങ്ങൾ കൂടി നിങ്ങളിലേക്ക് വന്നെത്തുകയുള്ളൂ എന്നതും മനസ്സിലാക്കുക. നാളത്തെ ദിവസത്തിൻ്റെ ദോഷങ്ങൾ മാറാനും ഈ പറഞ്ഞ 9 നക്ഷത്രക്കാരുടെ ഭാഗ്യം ഇരട്ടിയാകാനും ചില ക്ഷേത്ര ദർശനങ്ങൾ കൂടി രാവിലെയോ വൈകിട്ടോ നിങ്ങൾക്ക് കഴിയുന്ന സമയം ചെയ്യുന്നത് ഉത്തമമായിരിക്കും. നാളെ ബുധനാഴ്ചയാണ്, രേവതി നക്ഷത്രം. അതുകൊണ്ട് വിഷ്ണു ഭജനം അതിവിശേഷമാണ്. നാളെ രാവിലെ തന്നെ അടുത്ത വിഷ്ണു ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ ദർശനം നടത്തി പാൽപായസം വഴിപാട് നടത്തുക. അതല്ലെങ്കിൽ ഒരു തുളസിമാല സമർപ്പിക്കുന്നതും ഏറ്റവും ഉത്തമമാണ്. ബുദ്ധിവികാസം അതേപോലെ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്നതിന് ഇത് സഹായിക്കും. ഇനി ശനിയുടെ ദോഷം കുറയ്ക്കാനായിട്ട് നാളെ ശിവക്ഷേത്രത്തിൽ ഒരു ധാര നടത്തുന്നതോ അതല്ലെങ്കിൽ അടുത്ത ഹനുമാൻ സ്വാമി ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ ഒരു വെറ്റിലമാല സമർപ്പിക്കുന്നതും അതിവിശേഷമാണ്. പ്രത്യേകിച്ച് ചന്ദ്രാഷ്ടമുള്ള ചിങ്ങക്കൂറുകാരും അകംപൂരോത്രം വരും നക്ഷത്രക്കാരും ജന്മശനിയുള്ള മീനക്കൂറുകാരും ഇത് നിർബന്ധമായും ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. കൂടാതെ നാളെ രാവിലെ ഗൃഹത്തിൽ വിളക്ക് തെളിയിക്കുമ്പോൾ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തിയതിന് ശേഷം ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം 108 തവണ ജപിക്കാനും ശ്രമിക്കേണ്ടതാണ്. ദോഷങ്ങളൊക്കെ മാറി ഭാഗ്യം വരാനായി ഇത് ഒരുപാട് നിങ്ങളെ സഹായിക്കുന്നതാണ്. നാളത്തെ ദിവസം ഭാഗ്യം കൂടുതലായി അനുകൂലമായി വരുന്ന 9 നക്ഷത്രക്കാരും അവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുമാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ പ്രതിപാദിച്ചത്. മറ്റൊരു അധ്യായവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.